ഇത് പെറുവിലെ മാച്ചു പിച്ചു റെയിൽവേ സ്റ്റേഷൻ. ഒരു ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങിയിരിക്കുകയാണ് ഞാൻ. ട്രെയിനിലെ മറ്റ് യാത്രികരൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. സ്റ്റേഷനിൽ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവുമെന്നാണ് ടൂർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാളെ തേടി ആൾക്കൂട്ടത്തിലൂടെ കുറെ നേരം നടന്നു. ഒടുവിൽ ആളെ കണ്ടുകിട്ടി. തൊപ്പിയും ക്രീം കളർ ഷർട്ടും തോളിലൊരു ചെറു ബാഗുമായി നടക്കുന്ന ഈ സ്ത്രീയാണ് എന്റെ ഗൈഡ്. പരിചയക്കാരോടെല്ലാം കുശലം പറഞ്ഞാണ് പോകുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം. പച്ചയുടുപ്പിട്ട ഈ അമേരിക്കക്കാരിയെയും എന്നെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈഡിന്റെ ദൗത്യം. ഗ്രേ ലൈൻ എന്ന ടൂർ കമ്പനിയുടെ പ്രതിനിധിയാണിവർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത് ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് മാർക്കറ്റിലൂടെയാണ്. പലതും മൂടിക്കെട്ടി വെച്ചിരിക്കുന്നു. കുറച്ചു നേരം കൂടി കഴിയണം അതെല്ലാം തുറക്കാൻ. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഇടമാണ് മാച്ചു പിച്ചു. അതിനാൽ കച്ചവടക്കാർക്ക് ഒരു സാധാരണ ദിനം തന്നെയായിരിക്കാം ഇന്നും. കടകൾക്കിടയിലൂടെ പുറത്തേക്ക് നീങ്ങുമ്പോൾ അടുത്ത കാലത്ത് വികസിച്ച മാച്ചു പിച്ചുവിന്റെ ഈ താഴ്വാര പ്രദേശം വലിയ ഭംഗിയൊന്നുമുള്ളതല്ലെന്ന് മനസ്സിലായി. ടൂറിസ്റ്റുകളുടെ ബേസ് സ്റ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന താഴ്വാര പട്ടണമാണിത്. ഇവിടെ നിന്നും ഇനിയൊരു പർവ്വതം കയറണം. പർവ്വതമുകളിലാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഇൻകാ നിർമ്മിതികൾ ഉള്ളത്. ഇവിടെ ചെറിയൊരു അരുവിക്ക് കുറുകെ ഒരു പാലമുണ്ട്. ഉറുബാമ്പ നദിയിലേക്ക് ചെന്നു ചേരുന്ന അരുവിയാണിത്. ഇവിടെ വെച്ച് തന്നെ അൽക്കാമയോ എന്ന മറ്റൊരു നദിയും ഉറുബാമ്പയിൽ ചെന്നു ചേരുന്നുണ്ട്. ഈ നദികളുടെ ഓരങ്ങളിലാണ് പുതിയ കാലത്ത് ഒരു ടൗൺ രൂപപ്പെട്ടിരിക്കുന്നത്. അഗ്വാസ് കലീൻഡസ് എന്നാണ് ഈ ടൗണിന്റെ സ്പാനിഷ് നാമം. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് മാച്ചു പിച്ചു ഹിസ്റ്റോറിക്കൽ സൈറ്റ്. മാച്ചു പിച്ചുവിലേക്കുള്ള റെയിൽവേ നിർമ്മാണം നടന്ന 1920കളിൽ തൊഴിലാളികളുടെ ഒരു താൽക്കാലിക സെറ്റിൽമെന്റ് ആയിരുന്നു ഈ താഴ്വാരം. ടൂറിസം വികസിച്ചതോടെ ഇതൊരു പട്ടണമായി രൂപപ്പെടുകയായിരുന്നു. പാലത്തിലൂടെ മറുകരയിലേക്ക് നടന്നു. നേരം ഇപ്പോൾ രാവിലെ 8:30 കഴിഞ്ഞിട്ടേയുള്ളൂ. എങ്കിലും പട്ടണത്തിൽ ടൂറിസ്റ്റുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ധാരാളം നല്ല റെസ്റ്റോറന്റുകളുണ്ട്. താഴെ ഒരിടത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ ട്രെയിൻ ഇറങ്ങി ആളുകൾ പാലം കടന്നു വരുന്നത് കാണാം. ഇവിടെ നിന്നുമാണ് പർവ്വതമുകളിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്നത്. ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഇവിടെ സ്ഥാനം പിടിക്കും. $24 ടിക്കറ്റിന്. വൺ വേ ടിക്കറ്റ് നിരക്കാണത്. ഈ താഴ്വാരത്തു നിന്നും പർവ്വതമുകളിൽ പോയി വരാൻ $50 ചെലവ്. ഏകദേശം 3000 രൂപ. എൻട്രൻസ് ഫീസ്, ട്രെയിൻ ടിക്കറ്റ് ചാർജ് എന്നിവയെല്ലാം വേറെ. ഇതൊക്കെ ചേർന്ന് കുസ്കോയിൽ നിന്നും മാച്ചു പിച്ചുവിൽ പോയി മടങ്ങാൻ 20,000 രൂപയാകും. ബസ് പുറപ്പെട്ടു. 30ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബസ്സാണ്. കുറെ ദൂരം ഉറുബാമ്പ നദിയുടെ ഓരത്തുകൂടി ഓടിയ ബസ് പിന്നെ മലകയറ്റം തുടങ്ങി. സഹ്യപർവ്വതത്തിലെ ഒരു വനപ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന അതേ അനുഭവം. പല ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വനത്തിനകത്തുകൂടി ദീർഘയാത്ര. ഒരു ഹിസ്റ്റോറിക് പ്രദേശമായതിനാലാവാം ഇവിടെ റോഡ് ടാർ ചെയ്തിട്ടില്ല. കല്ലുകൾ ഉയർന്നു നിൽക്കുന്ന മൺപാതയാണ്. തുള്ളിത്തെറിച്ചാണ് ബസിന്റെ പോക്ക്. ഹെയർപിൻ വളവുകളിൽ മാത്രം കല്ല് പാകിയിട്ടുണ്ട്. അകലെ കൂറ്റൻ പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ആൻഡീസ് പർവ്വതമേഖലയിലെ ഈ ഭാഗത്തെ കൊടുമുടികളുടെ രൂപം അതാണ്. ആൻഡിയൻ ഗോത്രഭാഷയായ കെച്ചുവിൽ പിച്ചു എന്നാൽ പർവ്വതമെന്നാണ് അർത്ഥം. ഉയരമേറിയ ഒട്ടേറെ പിച്ചുക്കൾ ഈ മേഖലയിലുണ്ട്. അതിൽ ഇൻകാ വാസം കൊണ്ട് പ്രമുഖമായി തീർന്നതാണ് മാച്ചു പിച്ചു. മാച്ചു എന്നാൽ പ്രാചീനം എന്നർത്ഥം. മാച്ചു പിച്ചു എന്നാൽ പ്രാചീന പർവ്വതമെന്നും. ബസ് കടന്നു പോകുന്ന ഈ പാത ഇൻകാകളുടെ നിർമ്മിതിയല്ല. ഇന്ന് ഇൻകാ ട്രെയിൽ എന്നറിയപ്പെടുന്ന മറ്റൊരു മലമ്പാതയിലൂടെയാണ് അവർ മാച്ചു പിച്ചുവിൽ നിന്നും കുസ്കോ പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോയിരുന്നത്. മാച്ചു പിച്ചുവിനെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഹിറാം ബിങ്ഹാം എന്ന അമേരിക്കൻ പുരാവസ്തു ഗവേഷകൻ പർവ്വതമുകളിലേക്ക് എത്തിയത് ബസ് പോകുന്ന ഈ ഭാഗത്തുകൂടിയാണ്. അതിനാൽ ഈ പാതയ്ക്ക് നൽകിയിരിക്കുന്ന പേരും ഹിറാം ബിൻഹാം റോഡ് എന്ന് തന്നെ. 13 ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വേണം മുകളിലെത്താൻ.
ഞാൻ നേരത്തെ ട്രെയിൻ ഇറങ്ങിയ അഗ്വാസ് കലൈൻഡസ് പട്ടണം സമുദ്രനിരപ്പിൽ നിന്നും 2040 മീറ്റർ ഉയരത്തിലാണ്. മാച്ചു പിച്ചു ആകട്ടെ 2430 മീറ്റർ ഉയരത്തിലും. ഏതാണ്ട് 400 മീറ്റർ ഉയരമാണ് 13 ഹെയർപിൻ വളവുകളുള്ള മലമ്പാതയിലൂടെ കയറിയെത്തേണ്ടത്. 1930കളിലാണ് വാഹനങ്ങൾക്ക് പോകാവുന്ന വിധം ഈ പാത വെട്ടിയൊരുക്കിയത്. വഴി നന്നാക്കുന്ന തൊഴിലാളികളെ യാത്രക്കിടയിൽ പലയിടത്തും കാണാം. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന വീതി പാതയുടെ ചില ഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 22 ബസ്സുകൾ നിരന്തരം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റൂട്ടിൽ. പർവ്വതങ്ങളുടെ ഒട്ടൊരു ദുരൂഹമായ സ്വഭാവമായിരിക്കാം ഇവിടെ ഒരു പട്ടണം നിർമ്മിക്കാൻ ഇൻകാകളെ പ്രേരിപ്പിച്ചത്. പുറം ലോകത്തു നിന്നുള്ളവർക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താനാവാത്ത ഒരു പട്ടണം തന്നെയായിരുന്നു അത്. ബസ് പർവ്വതമുകളിലെ സ്റ്റേഷനിലേക്കെത്തി. ഏതാണ്ട് 20 മിനിറ്റിന്റെ യാത്ര. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. ഈ പ്രദേശമാകെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇടതുവശത്ത് ഒരു ഹോട്ടലാണ്. മുന്നിൽ ടിക്കറ്റ് പരിശോധനാ കേന്ദ്രങ്ങളും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുള്ള കെട്ടിടങ്ങൾ. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര കേന്ദ്രങ്ങളിലൊന്നാണ് മാച്ചു പിച്ചു. ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. അത് നേരിൽ കാണുന്നതിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇൻക സാംസ്കാരിക അവശിഷ്ടങ്ങളിലേക്ക് പ്രവേശനത്തിന് ഊഴം കാത്തിരിക്കുന്ന ആളുകൾ. ബസ്സുകൾ ടൂറിസ്റ്റുകളെ പർവ്വതമുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അമിതമായ ജനപ്രവാഹം അമൂല്യമായ ഇൻകാ നിർമ്മിതികളുടെ നിലനിൽപ്പിനെ അപകടകരമായി ബാധിക്കുമെന്നതിനാൽ മാച്ചു പിച്ചുവിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. ദിവസവും 2500 സന്ദർശകരെ മാത്രമേ ഇവിടെ അനുവദിക്കുകയുള്ളൂ. വർഷത്തിൽ എല്ലാ ദിവസവും മാച്ചു പിച്ചുവിൽ പ്രവേശനമുണ്ട്. മാച്ചു പിച്ചു ഉൾപ്പെടുന്ന 325 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഹിസ്റ്റോറിക്കൽ സാങ്ച്വറിയാണ്. ഇവിടെയാണ് ടിക്കറ്റ് പരിശോധന. ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ സന്ദർശകന്റെ പാസ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ഇവർക്ക് ലഭിക്കുന്നു. ടിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ 2 പേർ ഗൈഡിനൊപ്പം നടത്തം തുടർന്നു. ഇനി കുറച്ചു ദൂരം മല നടന്നു കയറണം. ഹിറാം ബിങ്ഹാം മാച്ചു പിച്ചു കണ്ടെത്തിയതിന്റെ 50ാം വാർഷികത്തിൽ 1961 സ്ഥാപിച്ച ചില ഫലകങ്ങൾ ഇവിടെയുണ്ട്. അത് കടന്ന് നടത്തം തുടർന്നു. മലയുടെ പാർശ്വത്തിൽ സൗകര്യപ്രദമായ നടപ്പാത സജ്ജീകരിച്ചിരിക്കുന്നു. പാറയിൽ പലയിടത്തുമുണ്ട് സ്മാരക ഫലകങ്ങൾ. അങ്ങ് താഴെ ഉറുബാമ്പ നദി കാണാം. അതിന്റെ കരയിലൂടെ ഞാൻ ഇവിടേക്ക് കയറി വന്ന പാതയും. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ മാച്ചു പിച്ചു എന്ന പുരാതന നഗരത്തിന്റെ ആദ്യ കാഴ്ച കൺമുന്നിലേക്ക് എത്തുകയായി. ഇതായിരുന്നു ആ പഴയ ജനവാസ കേന്ദ്രത്തിന്റെ ഒരതിര്. താഴെ ഉറുബാമ്പ. അതിന്റെ കരയിൽ നിന്ന് തുടങ്ങി കുത്തനെ ഉയർന്നു നിൽക്കുന്ന മലനിരകളാണ് പഴയ ഇൻകാ നഗരത്തിന് സംരക്ഷണം തീർത്തിരുന്നത്. ഇൻകാകൾ പുറത്തുനിന്നുള്ള ആക്രമണത്തെ ഭയന്നിരുന്നു. അതിനാലാവാം അവർ ഇങ്ങനെയൊരു സ്ഥാനം തങ്ങളുടെ പട്ടണം പണിയാൻ തെരഞ്ഞെടുത്തത്. വീണ്ടും മല കയറേണ്ടതുണ്ട്. നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ സംഘങ്ങളായി അവർ മല കയറുകയാണ്. മുകളിൽ കുറേയേറെ കാഴ്ചകളുണ്ട്. ഇൻകാ ബ്രിഡ്ജ്, ഗാർഡ് ഹൗസ്, ഇൻഡിപുങ്കു എന്നറിയപ്പെടുന്ന സൂര്യകവാടം എന്നിവയെല്ലാം നേരെ മുകളിലാണ്. ആൻഡീസിലെ ഒരു പർവ്വതത്തിനു മുകളിൽ ഇങ്ങനെയൊരു സ്ഥാനം പട്ടണത്തിനായി തിരഞ്ഞെടുക്കാൻ ഇൻകാകളെ പ്രേരിപ്പിച്ച ഘടകമെന്താണെന്ന് ഇന്നും അജ്ഞാതം. ഇൻകാ സാമ്രാജ്യത്തിലെ പ്രബലനായ ചക്രവർത്തിയായിരുന്ന പച്ചാക്കുട്ടി 1450കളിലാണ് ഇങ്ങനെയൊരു പട്ടണം ഇവിടെ സ്ഥാപിച്ചത്. ഇൻകാ ഭരണാധികാരികളുടെ വേനൽക്കാല വാസയിടം കൂടിയായിരുന്നു ഇവിടം. ഒരു നൂറ്റാണ്ട് കാലം വളരെ സജീവമായി നിലനിന്ന രാജനഗരമായിരുന്നു മാച്ചു പിച്ചു. ഇക്കാണുന്നത് പോലെ പുല്ലുമേഞ്ഞവയായിരുന്നു ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ 200 കെട്ടിടങ്ങളാണ് സജീവമായിരുന്ന നാളുകളിൽ ഈ മലമുകളിൽ ഉണ്ടായിരുന്നത്. അതിൽ ക്ഷേത്രങ്ങളും രാജകൊട്ടാരവും ഇൻകാ പ്രമാണിമാരുടെ ഭവനങ്ങളും കളപ്പുരകളുമെല്ലാം ഉണ്ടായിരുന്നു.
കൃത്യമായ അളവുകളിൽ നിർമ്മിച്ച മതിലുകളും കെട്ടിടങ്ങളും. ഒരേ സമയം രാജനഗരവും വലിയൊരു കാർഷിക കേന്ദ്രവുമായിരുന്നു മാച്ചു പിച്ചു. ഇൻക സംസ്കാരത്തിന്റെ പ്രതീകമായി ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും പ്രമുഖ നിർമ്മിതി മാച്ചു പിച്ചുവിലെ ഈ നഗരം തന്നെയാണ്. ഇതായിരുന്നു ആ പഴയ ജനവാസ കേന്ദ്രത്തിന്റെ ഒരതിര്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. വനത്തിലെ പടവുകളിലൂടെ നടത്തം തുടർന്നു. പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോഴാണ് ഇൻക നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ലഭിക്കുക. ശ്രമകരമായ ഒരു മലകയറ്റം തന്നെയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി മുകളിൽ 15-ാം നൂറ്റാണ്ടിൽ അത്ഭുതകരമായ ഒരു നഗര സൃഷ്ടി തന്നെയാണ് ഇൻകാകൾ നടത്തിയത്. പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് എംപറർ പച്ചാക്കുട്ടി എന്നാണ് പല ഗവേഷകരും മാച്ചു പിച്ചുവിനെ വിളിക്കുന്നത്. ഇൻക സാമ്രാജ്യാധിപന്മാർക്ക് അവശ്യഘട്ടത്തിൽ സുരക്ഷിതമായി വസിക്കാനും വേനൽക്കാലം ചെലവഴിക്കാനുമാണ് ഈ പർവ്വതമുകളിൽ ഒരു നഗരം സൃഷ്ടിച്ചത്. കനമുള്ള ജാക്കറ്റ് ധരിച്ചു വന്നവർ അത് അഴിച്ചു മാറ്റി തുടങ്ങി. മലകയറ്റം കൊണ്ട് വിയർത്തു കുളിച്ചിരിക്കുന്നു. പലരും മടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിലേക്ക് നടന്നെത്തുകയാണ്. ചുറ്റും കുത്തനെ ഉയർന്നു നിൽക്കുന്ന കൊടുമുടികൾ. അതിനു നടുവിൽ ഇൻകാകളുടെ ആ സ്വപ്ന നഗരം. ഇതാണ് നാം എത്രയോ ചിത്രങ്ങളിലും പോസ്റ്ററുകളിലും കണ്ടിട്ടുള്ള മാച്ചു പിച്ചുവിന്റെ ആ ദൃശ്യം. ഒരു ഭാഗത്ത് ഇൻഡി വാദാന എന്നറിയപ്പെടുന്ന നിർമ്മിതി. മാച്ചു പിച്ചുവിലെ വിശുദ്ധമല എന്നറിയപ്പെടുന്ന ചെറിയ മലയുടെ മുകളിലെ ഒരു അൾത്താരയാണത്. മാച്ചു പിച്ചുവിന് 2 ഭാഗങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അർബൻ ഭാഗവും കാർഷിക ഭാഗവും. അതിൽ അർബൻ ഭാഗമാണ് ഇത്. പിന്നിൽ ഊനാപിച്ചു എന്ന ചെറുപർവ്വതം കാണാം. അതിന് വലതുവശത്തായി വായനാപിച്ചു എന്ന വലിയ പർവ്വതവുമുണ്ട്. നഗരത്തിലെ പ്രധാന നിർമ്മിതികളാണ് ഇക്കാണുന്നത്. വീടുകൾ, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങൾ, കാവൽപ്പുരകൾ, ധാന്യ സംഭരണ കേന്ദ്രങ്ങൾ, പുരോഹിത ഭവനങ്ങൾ, കൊട്ടാരം തുടങ്ങി ഒരു ജയിൽ വരെ ഉണ്ടായിരുന്നു ഈ നഗരത്തിൽ. ഈ ഭാഗം അപ്പർ അർബൻ സെക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള ഭിത്തിയോടുകൂടി ഇക്കാണുന്നത് സൂര്യക്ഷേത്രമാണ്. മറ്റൊരു പ്രധാന ക്ഷേത്രത്തിന് മുന്നിലാണ് ആളുകൾ കൂടി നിൽക്കുന്നത്. പ്രിൻസിപ്പൽ ടെമ്പിൾ ഓഫ് മാച്ചു പിച്ചു എന്ന് അതറിയപ്പെടുന്നു. മാച്ചു പിച്ചു സജീവമായിരുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ നടന്നിരുന്നത് അവിടെയാണ്. സൂര്യക്ഷേത്രത്തിൽ കാണുന്ന സെമി സർക്കുലർ വാൾ ഇൻക നിർമ്മിതികളിലെ അപൂർവതയാണ്. ഞാൻ ഈ നടക്കുന്ന പർവ്വതമാണ് മാച്ചു പിച്ചു. ഇതിന്റെ ഒരു ചെരുവിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ ഇൻക നിർമ്മിതികളുള്ളത്. ആ അത്ഭുത നിർമ്മിതികളുടെ ഏറ്റവും വിശദമായ കാഴ്ച ലഭിക്കുന്ന ഇടങ്ങളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ നടക്കുന്ന ഈ പർവ്വതഭാഗം പണ്ട് കൃഷിയിടങ്ങളായിരുന്നു. ഇൻക ശൈലിയിൽ ടെറസ് ഫാമിംഗ് നടന്നിരുന്ന പ്രദേശങ്ങൾ. നഗരത്തിനു ചുറ്റുമുള്ള പർവ്വതഭാഗങ്ങളിൽ വലിയ തോതിൽ കൃഷി നടന്നിരുന്നു അന്ന്. മാച്ചു പിച്ചു നഗരത്തിന് ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു പതിവ്. പർവ്വതച്ചെരുവിൽ തട്ടുതിരിച്ച കൃഷിയിടങ്ങൾ. വളരെ ശാസ്ത്രീയമായാണ് തട്ടുതിരിക്കലും ജലസേചനവുമെല്ലാം നടന്നിരുന്നത്.
പർവ്വതത്തിൽ പല ലെവലുകളിലായാണ് കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. സജീവമായിരുന്ന കാലത്ത് 700 മുതൽ 1200 ആളുകൾ വരെ മാച്ചുപിച്ചുവിൽ വസിച്ചിരുന്നു. താഴെ ഉറുബാമ്പ നദി, നദീതീരത്തുകൂടി മാച്ചുപിച്ചുവിലേക്കുള്ള പുതിയ കാലത്തെ പാത. കുസ്കോ മുതൽ മാച്ചുപിച്ചു വരെ നീണ്ടുകിടക്കുന്ന പുരാതന വഴിത്താരയായ ഇൻകാ ട്രെയിലിന്റെ ഒരു ഭാഗം കടന്നുപോകുന്നതും ഉറുബാമ്പയുടെ തീരത്തുകൂടിയാണ്. പ്രത്യേകതരം കല്ലുപടുക്കൽ വിദ്യയായ ആഷ്ലർ തന്നെയാണ് കെട്ടിട നിർമ്മാണത്തിനും ടെറസ് ഫാമുകൾ ഉണ്ടാക്കുന്നതിനും ഇൻകാകൾ ഉപയോഗപ്പെടുത്തിയത്. വളരെ കുറഞ്ഞ അളവിലുള്ള ജലം ഉപയോഗിച്ച് കൃഷി നടത്താൻ അറിയാവുന്നവരായിരുന്നു ഇൻകാകൾ. അപ്പർ അർബൻ സെക്ടറിലെ കെട്ടിടനിരകൾ ഒരു കാഴ്ച തന്നെയാണ്. പുല്ലുമേഞ്ഞ ചെരിഞ്ഞ മേൽക്കൂരയുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് അവയോരോന്നും. തവിട്ട് നിറമുള്ള ഗ്രാനൈറ്റ് ആണ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്ത് ഈജിപ്ഷ്യൻ പിരമിഡിന്റെ ആകൃതിയിൽ ഇൻഡി വാദാന എന്ന ചെറിയ മല. 72 പടവുകൾ കയറിയാൽ മലയുടെ ഏറ്റവും മുകളിലെ സൂര്യദേവന്റെ അൾത്താരയിലെത്താം. പണ്ട് അവിടെ ഒരു സൂര്യ ഘടികാരവും ഉണ്ടായിരുന്നു. ഇതാകട്ടെ നഗരത്തിലെ പ്രധാന സൂര്യക്ഷേത്രമാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് പല കെട്ടിടങ്ങൾ. ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കെട്ടിടങ്ങൾക്കിടയിലെ തിട്ടകളിലൂടെ വീതി കുറഞ്ഞ കൽച്ചാലുകൾ നീണ്ടുപോകുന്നത് കാണാം. നഗരത്തിലെ ജലവിതരണ സംവിധാനത്തിന്റെ ഭാഗമായ ഡക്റ്റുകളാണത്. 600 വർഷം മുൻപ് എത്ര ആസൂത്രിതമായാണ് ഇൻകാകൾ ഇവിടെ ഒരു നഗരം പടുത്തുയർത്തിയതെന്ന് ചിന്തിക്കുക. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലും പാതകളും അക്വാഡക്റ്റുകളും ഉണ്ടാക്കുന്നതിലും ഫാമിംഗ് ടെറസുകൾ സജ്ജമാക്കുന്നതിലുമെല്ലാം അസാധാരണമായ മുൻകാഴ്ചയുണ്ടായിരുന്നവർ. പർവ്വതങ്ങൾക്ക് നടുവിൽ നഗരത്തിന് ഇങ്ങനെയൊരു സ്ഥാനം നിർണയിക്കുമ്പോൾ തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയായിരുന്നു ഇൻകാകൾ. ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം വളരെ സജീവമായ ജനവാസ കേന്ദ്രമായിരുന്നു മാച്ചുപിച്ചു. 1532 വരെ ഇവിടെ ആളുകൾ വസിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇൻകാ സാമ്രാജ്യം സ്പെയിൻകാർ അധീനപ്പെടുത്തുകയും ചക്രവർത്തിയെ വധിക്കുകയും ചെയ്തതോടെ മാച്ചുപിച്ചുവിന് നാഥനില്ലാതെയായി. 16-ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തിൽ പടർന്നുപിടിച്ച വസൂരി രോഗവും മാച്ചുപിച്ചുവിന്റെ പതനത്തിന് കാരണമായെന്നാണ് കരുതപ്പെടുന്നത്. തങ്ങൾ അധികാരം സ്ഥാപിച്ച ഇൻകാ സാമ്രാജ്യത്തിലെ പ്രമുഖ നിർമ്മിതികളെല്ലാം സ്പെയിൻകാർ തച്ചു തകർത്തു കളഞ്ഞിരുന്നു. കുസ്കോയിൽ നിന്നും ഏറെ അകലെ പുറം ലോകത്തു നിന്നും തീർത്തും മറഞ്ഞു നിന്നിരുന്ന മാച്ചുപിച്ചുവിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ നിർമ്മിതികൾ ഇങ്ങനെയെങ്കിലും അവശേഷിക്കാൻ കാരണം അതാണ്. പെറുവിലെ സ്പാനിഷ് കൊളോണിയൽ ഭരണം അവസാനിക്കുന്നതുവരെയും അതിനുശേഷം പിന്നെയും ഒരു നൂറ്റാണ്ട് കാലവും മാച്ചുപിച്ചു വിസ്മൃതിയിലാണ്ട് കിടന്നു. ഉറുബാമ്പ നദിക്കപ്പുറം പർവ്വതച്ചെരുവിൽ വസിച്ചിരുന്ന ചില ഗോത്രവിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെയൊരു പ്രദേശത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത്. അത്തരം ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ യേൽ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകനായിരുന്ന ഹിറാം ബിങ്ഹാം 1911 മാച്ചുപിച്ചുവിനെ കണ്ടെത്തിയതും ആ വിവരം ലോകത്തെ അറിയിച്ചതും. ഈ ട്രെയിലിലൂടെ കുറച്ചുകൂടി മുന്നോട്ടു പോയി പ്രധാന നഗരഭാഗത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നേരെ മുകളിലേക്ക് ഇനിയും മല കയറിപ്പോകാം. അവിടെ ഇൻകാ ബ്രിഡ്ജ്, സൺഗേറ്റ്, സെമിത്തേരി എന്നിങ്ങനെ പല നിർമ്മിതികളുണ്ട്. മുകളിൽ ഇക്കാണുന്നത് പണ്ടത്തെ ഗാർഡ് ഹൗസ് ആണ്. നഗരത്തെ സംരക്ഷിക്കാൻ പണ്ട് ശക്തമായ കവാടവും കാവൽപ്പുരകളുമെല്ലാം ഉണ്ടായിരുന്നു. മുകളിലെ കാഴ്ചകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഗൈഡിനൊപ്പം ഇൻകാ നഗരഭാഗത്തേക്കാണ് പോകുന്നത്. മുകളിലേക്കുള്ള വഴികളിലൂടെ നിരവധി ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. അവിടെ നിന്നും ഇറങ്ങി വരുന്നവരെയും കാണാം. തകർന്നു കിടക്കുന്ന ഏതാനും കെട്ടിടങ്ങളാണ് അവിടെയുള്ളതെന്നാണ് ഗൈഡ് പറയുന്നത്. രാവിലെ 9:30 ആയപ്പോഴേക്കും തന്നെ ഇവിടമാകെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വൃദ്ധരും ശരിക്കും നടക്കാൻ വയ്യാത്തവരുമൊക്കെ ഇൻകാ നിർമ്മിതികളുടെ പടവുകൾ കയറിയും ഇറങ്ങിയും പോകുന്നു. മാച്ചുപിച്ചുവിന്റെ ഏറ്റവും മുകൾ വരെ പോയി മടങ്ങുന്നവരാണ് ഈ വൃദ്ധരെന്നറിയുമ്പോൾ എനിക്ക് തെല്ല് ജാള്യം തോന്നി. മുൻപ് ഇൻകാകൾ ടെറസ് ഫാമിങ്ങിനായി ഉപയോഗിച്ചിരുന്ന തിട്ടകളിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. ഇൻകാ നിർമ്മിതികളെ ആകെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാവുന്ന ഏറ്റവും നല്ല സ്പോട്ട് ഈ താഴെ കാണുന്നതാണ്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ പശ്ചാത്തലത്തിൽ മാച്ചുപിച്ചുവിലെ പ്രധാന നിർമ്മിതികളെല്ലാം ഉണ്ടാവും.
എത്രയോ ക്യാമറകൾക്ക് വിരുന്നൊരുക്കിയ ചരിത്ര നഗരം. 1990കളിലാണ് മാച്ചു പിച്ചുവിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ക്രമാതീതമായത്. 1911 മുതൽ തന്നെ മാച്ചു പിച്ചുവിനെ അടുത്തറിയാൻ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. എന്നാൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഇടമായി ഈ പർവ്വത മേഖല മാറിയത് 1990കളിലാണ്. ഇൻകാകളുടെ കൃഷിഭൂമിയായിരുന്നിടത്തു നിന്നുമാണ് ഞാൻ താഴെയുള്ള നഗരം ഇതുവരെ കണ്ടത്. ഇനി ആ പ്രധാന നഗരഭാഗത്തേക്ക് നടക്കുകയാണ്. പണ്ടും പർവ്വതമുകളിലെ സൺഗേറ്റ് കടന്ന് നഗരത്തിലേക്ക് പോകുന്ന പ്രധാന പാത ഇതായിരുന്നു. കൃഷിയിടത്തെയും നഗരത്തെയും വലിയൊരു കോട്ടമതിൽ കൊണ്ട് വേർതിരിച്ചിരുന്നു ഇൻകാകൾ. താഴെ അക്കാണുന്ന ചെറിയ പൊത്താണ് നഗരഭാഗത്തേക്കുള്ള പ്രധാന കവാടം. അവിടേക്കാണ് ഞങ്ങളും ചെല്ലുന്നത്. പ്രധാന ഗേറ്റിന് മുന്നിൽ നിന്ന് ടൂർ ഗൈഡുകൾ തങ്ങളുടെ സംഘത്തിലുള്ളവർക്ക് ചരിത്രം വിവരിച്ചു നൽകുന്നു. കൃഷിയിടത്തെ വേർതിരിച്ച് വലിയൊരു ചാൽ, അതിനിപ്പുറം കവാടത്തിലേക്ക് നീളുന്ന പടവുകൾ. ഇനി എനിക്ക് ആ പഴയ ഇൻകാ നഗരത്തിലേക്ക് കടക്കണം. അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാനായി കൃഷിയിടത്തിന്റെ അതിരിൽ ഞാൻ നിന്നു.